പ്രകാശേട്ടാ, പ്രദേശ് ബസ് പോയിട്ടുണ്ടാവോ? പ്രദേശ് ഇല്ല, സമയാവുന്നല്ലേ ഉള്ളൂ. അല്ല ഞായറാഴ്ച അല്ലേ? ഇങ്ങനെയാ പോന്നേ? ഞാന് നമ്മളെ കമ്പനിയിലെ മനോജിന്റെ കല്യാണ. അല്ല, ഓന്റെ കല്യാണം കഴിഞ്ഞല്ലേ? അതിനെ ഓൻ അങ്ങ് ഒഴിവാക്കി. അതെന്തേ? അത് അതിലുള്ള കുട്ടിക്ക് സുഖമില്ല, പിന്നെ ശേഷിയുള്ള കുട്ടിയായിരുന്നു. അതുകൊണ്ട് ഓളെയും കുട്ടീനെ ഓൻ അങ്ങ് ഒഴിവാക്കി. അതെനിക്ക് അന്നേരേ തോന്നിയിരുന്നു. ആ കുട്ടീനെ വയറ്റുള്ള സമയത്തോട് പൊരയിൽ അടങ്ങിയിരുന്നിക്കോ, പിന്നെ അങ്ങനെയൊക്കെയല്ലേ വരൂ. എന്താ ചെയ്യാ, ഇപ്പോഴത്തെ കുട്ടികൾ ഇങ്ങനെ ആയാലും. നിങ്ങളും ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? സത്യത്തിൽ ഇത്തരത്തിലുള്ള ആളുകൾ ഇപ്പോഴും നമുക്ക് ചുറ്റുമില്ലേ? ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അമ്മയാവുക എന്നത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരകരമായ നിമിഷമാണ്. ഇത്തരത്തിലുള്ള ഭിന്നശേഷിക്കാരായ കുട്ടികൾ അവർക്കുണ്ടാവുമ്പോൾ പലപ്പോഴും പല അമ്മമാരും അവരുടെ കരിയർ പോലും വേണ്ട എന്ന് വെച്ച് ഇത്തരത്തിലുള്ള കുട്ടികളെ നോക്കുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഭിന്നശേഷിക്കാരനായ ഒരു കുട്ടി ഉണ്ടാവുന്നത് ഒരിക്കലും ആരുടെയും ഒരു കുഴപ്പം കൊണ്ടല്ല, ഒരമ്മയുടെയോ അല്ലെങ്കിൽ ഒരു അച്ഛന്റെയോ കുഴപ്പം കൊണ്ടല്ല ഒരിക്കലും ഇത്തരത്തിലുള്ള കുട്ടികൾ ഉണ്ടാവുന്നത്. അത് ചിലപ്പോൾ ജനിതക തകരാറ് മൂലമാവാം, അതല്ലെങ്കിൽ പ്രസവ സമയത്തോ പ്രസവാനന്തരമോ കുട്ടികളുടെ തലച്ചോറിനേൽക്കുന്ന ക്ഷതം കൊണ്ടാവാം. നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക എന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള ആളുകളെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അമ്മമാരെ അനാവശ്യമായ വാക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ ഒരു നോട്ടം കൊണ്ടോ ഇവരെ വേദനിപ്പിക്കാതിരിക്കുക എന്നത് തന്നെയാണ്.